മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ കൊലപാതകവും തുടർന്ന് നടന്ന അന്വേഷണത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ദ ഹണ്ട് എന്ന സീരീസ് സോണി ലൈവിൽ പ്രദർശനം തുടരുകയാണ്. ഈ സീരീസിലെ 2 അഭിനേതാക്കളെ നമുക്ക് പരിചയപ്പെടുത്താം. ഈ 2 പേരെ നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് ഷഫീഖ്, ഇത് ഗൗരി പത്മകുമാർ. ഇനി ആ സസ്പെൻസ് പൊളിക്കാം. സത്യത്തിൽ ഷഫീഖാണ് ഈ സീരീസിലെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കുമോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടിയൊരു ക്യാരക്ടർ ഏറ്റവും കൂടുതൽ നന്നാക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ല, നായകൻ എന്ന് പറയുമ്പോൾ സംശയം ഉണ്ടായിരിക്കും. ഇതാണ് ശിവരസൻ എന്ന ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ആ കേസിലെ മുഖ്യ പ്രതി അല്ലെങ്കിൽ സൂത്രധാരൻ എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ അതെ, ശിവരസൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഇതിൽ പ്രധാനപ്പെട്ടൊരു വേഷം ഫുൾ എപ്പിസോഡിലും 7 എപ്പിസോഡിലും വരാൻ പറ്റിയിട്ടുണ്ട്. ശിവരസന്റെ കൂട്ടാളിയായിരുന്നു അല്ലേ? ക്രൈമിലെ കൂട്ടാളിയായിരുന്നു ശുഭ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ശ്രീലങ്കൻ തമിഴ് ക്യാരക്ടറാണ്. LTT ടൈഗ്രസ് ആയിട്ടാണ് വരുന്നത്. ഫുൾ ത്രൂ ഔട്ട് 7 എപ്പിസോഡ്സിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യുന്ന സീരീസ് ഇറങ്ങിയപ്പോഴാണ്. മീൻസ് സ്ക്രിപ്റ്റാണ് നമുക്ക് അറിയായിരുന്നു, പക്ഷേ ഇതെല്ലാം വരുന്നുള്ളത് നമ്മൾ ഇറങ്ങുമ്പോഴാണ് അറിയുന്നത്. ആരെങ്കിലും താങ്കളെ കണ്ടിട്ട് ശിവരസൻ ചെയ്ത ആളല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചോദിച്ചില്ല. ഇല്ല, ഞാൻ അങ്ങോട്ട് പറയണ്ടുള്ളൂ. എങ്ങനെയാണ് വന്നതായി റോള്? ഇത് ഓഡിഷൻ. ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടാവുന്ന സമയത്ത് താങ്കൾ എനിക്ക് ഒരു വയസ്സുണ്ടാവും നടക്കുന്ന സമയത്ത്. പിന്നീടുള്ള യാത്രയിൽ വയനാടൊക്കെ ഭാഗമായിട്ട് അറിയാം. ഇത് LTT എന്ന് പറഞ്ഞൊരു ഗ്യാങ്ങാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. പക്ഷെ അപ്പോഴും നമുക്ക് ശിവരസനെ കുറിച്ച് അങ്ങനെ അങ്ങോട്ട് അറിയില്ല. ഗൗരി ടൈഗ്രസ് എന്നൊക്കെ പറയുന്നു. ജനിച്ചിട്ടുണ്ടായിരുന്നു അന്ന്? ഇല്ല, ജനിച്ചിട്ടില്ല. ഞാൻ കഥ കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 9-10 വർഷം കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നത്. ഞാൻ കൂടുതൽ അറിയാം, നമുക്ക് ഇതിൻ്റെ ഒരു പ്രിമൈസ് അറിയാം. ഒരു പ്രൈം മിനിസ്റ്റർ അസാസിനേറ്റഡ് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയിലൊക്കെ. ബട്ട് അതർവൈസ് ഇതിനെപ്പറ്റി നമുക്ക് അറിയില്ലായിരുന്നു. ഈ സീരീസ് നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് ശേഷമാണ് കൂടുതൽ പഠിക്കുന്നതും. അപ്പോഴും ശുഭ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി വളരെ വളരെ കുറവ് ഇൻഫർമേഷനാണ് നമുക്ക് ഓൺലൈൻ അവൈലബിൾ. ഒരു 2 പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അതിലും ആ പിക്ചേഴ്സിലുള്ള ആളുടെ ഒരു ഇപ്പോൾ ആള് മരിച്ചു കിടക്കുന്ന പിക്ചറിൽ ആള് മാലയൊക്കെ ഇട്ട് മിഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈവൻ വെൻ ഷീ ഈസ് എ സോൾജർ ഷീ ഈസ് വെരി ഫെമിനിൻ. ആള് അങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ നടക്കുന്ന ഒരാളാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് സോൺലി ബിക്കോസ് ഓഫ് ദാറ്റ് പിക്ചർ. അവസാനത്തെ സീനിലൊക്കെ തോക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ട്രെയിനിങ് ഉണ്ടായിരുന്നു നമുക്ക്. ഫസ്റ്റ് ഡേ ആക്ച്വലി ട്രെയിനിങ് ആയിരുന്നു. കയറുന്നത് തന്നെ അവർ ഗൺ ട്രെയിനിങ് തരിക. നമ്മുടെ ആദ്യത്തെ സീൻ എടുത്തത് മറ്റേ ഫ്ലാഷ് ബാക്കിൽ അവർ ട്രെയിൻ ചെയ്യുന്ന സീൻസാണ്. കഥ ഒരു LTT സംഘത്തെ കുറിച്ചാണ്. പക്ഷെ ആ LTT സംഘം മൊത്തം മലയാളികളാണ്. കുറച്ച് ഞങ്ങളാണ് കുറച്ച് അധികം ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ ശിവരസൻ, ധനു, ശുഭ, പ്രഭാകരൻ. ഇതിനകത്ത് ഇപ്പം പല ഭാഷയിലുണ്ട്. മലയാളമുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് ഡബ് ചെയ്താണോ? എങ്ങനെ? അല്ല, ചെയ്യുന്ന സമയത്ത് സിംഗ് സൗണ്ട് ആയിരുന്നു ഇത്. പിന്നെ ഡബ് ചെയ്യേണ്ടി വന്നു, കുറച്ച് പോർഷനൊക്കെ ഡബ് ചെയ്യേണ്ടി വന്നു. അത് നിങ്ങളുടെ സൗണ്ട് തന്നെ? എൻ്റെ സൗണ്ട് തന്നെ. ശ്രീലങ്കൻ തമിഴ് എൻ്റെയാണ്, ബാക്കിയൊന്നും എൻ്റെ അല്ല. അതെങ്ങനെ പഠിച്ചു? അത് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സിനിമകളും കണ്ടും ഇവരുടെ ഇൻ്റർവ്യൂസ് കണ്ടും അങ്ങനെയൊക്കെ തന്നെ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടും അങ്ങനെയൊക്കെ തന്നെ പഠിച്ചത്. സ്വന്തം സൗണ്ടായിരുന്നോ? സ്വന്തം സൗണ്ടാണ്. ശ്രീലങ്കൻ തമിഴും ഹിന്ദി എൻ്റെ ശബ്ദമാണ്. ബാക്കി മലയാളം എന്തുകൊണ്ടാണ് ഹിന്ദി ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. മലയാളവും ബാക്കിയൊന്നും എൻ്റെ ശബ്ദമല്ല. ബട്ട് ശ്രീലങ്കൻ തമിഴ് പഠിക്കൽ അത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമുള്ള ഭാഷയാണ്. നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിലെ തമിഴ് അല്ലല്ലോ? അല്ലല്ല, എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമുള്ള ഭാഷയാണ്. അപ്പോൾ തമിഴ് അത്യാവശ്യം അറിയാം. ഭയങ്കര ഒരു ദേഷ്യപ്പെടുമ്പോൾ പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും ഭയങ്കര ഒരു ഓമനത്വം എനിക്ക് തോന്നി ആ ഭാഷയ്ക്ക്. അതൊരു ചെറിയൊരു മലയാളം ടച്ച് ഉണ്ട് ആക്ച്വലി, വിച്ച് മെയ്ഡ് ഇറ്റ് ഈസിയർ. കാരണം മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ പിക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. സിംഗ് സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ മൈക്ഡ് അപ്പ് ആയിരിക്കും. നമ്മുടെ അടുത്ത് ഒരു മൈക്ക് ചെയ്യണവർ തന്നെ പറയും മൈക്ക് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അധികം സംസാരിക്കണ്ട, കാരണം എല്ലാവർക്കും ഇത് കിട്ടുമെന്ന്. പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഞങ്ങൾ മലയാളികളും ക്രൂ മുഴുവൻ ഹിന്ദിക്കാരുമാണ്. അപ്പോൾ നമ്മൾ മൈക്ക് വെച്ചാൽ പിന്നെ ശുദ്ധ മലയാളത്തിലാണ് സംസാരിക്കുക. അതൊരു ഭയങ്കര നമുക്ക് വെച്ചാൽ വേറൊരു നാട്ടിൽ പോയിട്ട് സ്വന്തം ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുള്ളപ്പോൾ ഇല്ല, ആക്ച്വലി ദേ ആർ വെരി ക്യൂരിയസ്.
ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ക്രൂവിലുള്ള ഒരു ഏടിമാരൊക്കെ വന്നിട്ട് നമ്മുടെ ഇടയിൽ നിന്നിട്ട് കൊള്ളാം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവർക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് അവർ. നിങ്ങൾ രണ്ടും ഭയങ്കര ജോളി ടൈപ്പ് ആൾക്കാരാണ് മനസ്സിലായത്. പക്ഷേ ഈ ക്യാരക്ടേഴ്സിനകത്ത് ഒരു ചിരി പോലും ഇല്ല. ഒരു ചിരി എന്ന് പറഞ്ഞാൽ ഞങ്ങള് തിയേറ്ററിനകത്ത് ഇരിക്കുന്നുണ്ട്. തിയേറ്ററിനകത്ത് അതെ സിനിമ രജനി ഫാൻസ് ആണ് ഞങ്ങൾ അതിൽ. ക്യാരക്ടർ ചെയ്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോർമൽ ലൈഫിൽ ഭയങ്കര ചിരി ഉള്ള ആൾക്കാരാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മളവിടെ വന്ന് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് നമ്മുടെ പരിപാടി ചെയ്യാന്നല്ലാതെ ഒന്നുമില്ല. ഒരുപാട് നാളെ ഇറങ്ങിയിട്ട് ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടോ? വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അധികം നോർത്ത് നിന്നാണെങ്കിൽ മെസ്സേജ് അയക്കുന്നതെങ്കിലും നമ്മുടെ ഈ മലയാള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ കുറച്ച് പേരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കും, വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് ആക്ടേഴ്സ് വിളിച്ച് കാര്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഡയറക്ടർ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടാവുന്നതിനപ്പുറം റീച്ച് ഈ സീരീസ് കൊണ്ട് കിട്ടിയില്ലേ? കാരണം ഇപ്പം എല്ലാ ഭാഷയിലും നിങ്ങളെ അറിയാം. അതെ അതെ, അതന്നെ വലിയ നമുക്ക് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ, ഒരു അപ്ലോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ, പിന്നെ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഡയറക്ടർ, അതിൽ കൂടുതൽ നമുക്ക് പിന്നെ എന്ത് വേണം നമ്മൾ ചെയ്യുന്നത്? ഇത്രയും വലിയ റീച്ച് കിട്ടുക അതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം തോന്നുന്നു. നമ്മൾ എവിടെ കിടക്കുന്ന ഒരാളാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കഥ ഭയങ്കര രസമല്ലേ? കാര്യം നിങ്ങൾ ഇതിന് മുമ്പ് ഒരു സിനിമയിൽ മാത്രമാണ് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അതെ അതെ, സത്യമായിട്ടും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പല ഓഡിഷൻസ് അയക്കുക, പല ആളുകളെ മീറ്റ് ചെയ്യുക, പല സുഹൃത്തുക്കളുടെ സിനിമയിൽ വർക്ക് ചെയ്യുക, അങ്ങനെ അസിസ്റ്റ് ചെയ്യുക, ഡയറക്ഷൻ. അതെ സത്യമായിട്ടും എങ്ങനെയൊക്കെ ജീവിക്കണ്ടേ, എങ്ങനെ ജീവിക്കണം എന്നല്ല, നമുക്ക് ഇതിന്ന് വരുമാനം കിട്ടി ജീവിക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ് ആഗ്രഹം. അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ഇത്രയും കാലം. ഇനി അങ്ങോട്ടും അത് തന്നെയാണ്. പക്ഷെ അതിനിടയിൽ നിങ്ങൾക്ക് പറയാനുള്ളൊരു അതെ അതെ സത്യം. ഇനി നമ്മൾ ഇതിലുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, അതന്നെ വലിയൊരു കാര്യം. ഒറ്റക്കണ്ണൻ. അതെ, ഒറ്റക്കണ്ണൻ, വൺ നൈറ്റ് ജാക്ക്. ഏത് പേരാ യഥാർത്ഥത്തിൽ അറിയില്ല. അതെ, ഏത് പേരാന്ന് അറിയില്ല. ശിവറസ് എന്നാണ് കുറച്ചുകൂടി സീരീസിൽ ഉപയോഗിക്കുന്നത് തോന്നുന്നു. എങ്ങനെ സിനിമയായിരുന്നോ താല്പര്യം? എനിക്ക് കുട്ടിക്കാലത്ത് അഭിനയം ഇഷ്ടമുണ്ട്. പക്ഷെ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ നായിക ഛായ അല്ലെങ്കിൽ ലുക്ക് വളർന്നു വരുമ്പോൾ ഒന്നും എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അക്കാഡമിക്കലി നല്ലതുമാണ്. എൻ്റെ അനിയനാണ് എന്നെ വിളിച്ചിട്ട് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് കൊണ്ടുവന്നത്. അവൻ കുറച്ച് സിനിമ ഫീൽഡ്, സിനിമറ്റോഗ്രാഫി ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ മൂപ്പര് എന്നെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് കൊണ്ടുപോയി. അപ്പോഴാണ് ഇങ്ങനെ എന്തോ അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് എന്നുള്ളത് വരുന്നതും. പിന്നെ ഞാൻ മുംബൈയിൽ ആക്ടർ പ്രിപ്പയർസിൽ പോയിട്ട് ഒരു ഡിപ്ലോമ ചെയ്തു ആക്ടിങ്ങിൽ. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഉറപ്പിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ അവസരം അതിഗംഭീരമാക്കി എന്ന് പറയും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇദ്ദേഹമാണോ ശിവരസൻ എന്ന് നമുക്ക് തോന്നുന്നു. അത് അത്രയ്ക്ക് ആ ഒരു ക്യാരക്ടറിനോട് ചേർന്നല്ല ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു. വളരെ സന്തോഷം. എല്ലാ ഭാഷയിലും നിങ്ങളെ അറിയാം. അതെ അതെ, പറയാം, എല്ലാ ഭാഷയിലും പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അതെ, മലയാളത്തിന് ഭാവി നല്ലത് വാഗ്ദാനമായി മാറിയിരിക്കുകയാണ് ഈ രണ്ട് ആക്ടേഴ്സും. ആന്റണി ഗ്രീർക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.